ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ അനിൽ വിളയിൽ ചേരുന്നുണ്ട്. അനിൽ വിളയിൽ, നമസ്തേ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം ഈ ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള കൊള്ളയ്ക്കെതിരെ ആദ്യം തന്നെ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇപ്പോൾ ഒടുവിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ഈ ഹർജിയിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം? നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ചിലവഴിക്കുന്നത്. പ്രധാനമായിട്ടും എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള, അത് മാത്രമല്ല കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ദേശീയപാത വികസനം നടക്കുകയാണ്. ഈ ക്ഷേത്രങ്ങൾ, ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകൾക്കും ധാരാളം ക്ഷേത്രഭൂമികളുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ നഷ്ടപരിഹാര തുകയെ സംബന്ധിച്ചാണ് വിവരാവകാശ പ്രകാരം ഒരു ചോദ്യം ചോദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 28 കോടി രൂപയാണ് 17ഓളം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപരിഹാരമായി അനുവദിച്ചത്. ഇരട്ടക്കുളങ്ങര ക്ഷേത്രം, അമ്പലപ്പുഴയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിന് മാത്രം എത്രയോ കോടി രൂപയാണ്, ഏകദേശം 7 കോടി രൂപയാണ് ഒരൊറ്റ ക്ഷേത്രത്തിന് നഷ്ടപരിഹാരമായി അനുവദിച്ചത്. ഈ തുക സംസ്ഥാന സർക്കാരാണ് മേടിച്ചെടുത്തത്. അതിന്റെ നിയമം എന്ന് പറയുന്നത് വസ്തുവിന്റെ ഉടമസ്ഥതാവകാശം എന്ന് വെച്ചാൽ സർക്കാർ പുറമ്പോക്കാണ് ദേവസ്വത്തിന്റെ വസ്തുക്കളെല്ലാം. അതുകൊണ്ട് അതിന്റെ ആ പൈസ ദേവസ്വത്തിനല്ല, ദേവസ്വം ബോർഡിനല്ല, ആ പൈസ സർക്കാരിനാണെന്ന് പറഞ്ഞുകൊണ്ട് മേജർ പോർഷൻ തുകയും സർക്കാർ വാങ്ങിച്ചെടുത്തു. അതേപോലെ തന്നെ കെട്ടിടങ്ങൾ, മതിലുകള് അല്ലെങ്കിൽ കാണിക്ക മണ്ഡപം, അങ്ങനെയുള്ള ഏതെങ്കിലും സ്ട്രക്ചറുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന നാമമാത്രമായ തുക മാത്രമാണ് ദേവസ്വം ബോർഡിന് കൊടുത്തത്. ഇത് വലിയൊരു തട്ടിപ്പാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത അവിടെയുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നഷ്ടപരിഹാര കേസുകളിൽ തുക കുറവാണ്, ഞങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറുടെ അടുത്ത് ആർബിട്രേഷൻ കേസ് പോകേണ്ടതുണ്ട്. ഈ സംഭവങ്ങളൊന്നും സർക്കാർ ചെയ്തിട്ടില്ല. മേടിച്ച കോടാനുകോടി രൂപ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സാധാരണ ഭക്തജനങ്ങളുടെ പൈസ ഉപയോഗിച്ച്, കാണിക്ക ഉപയോഗിച്ച് പണിഞ്ഞ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ തയ്യാറായിട്ടില്ല. ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ അവസ്ഥ അതിദയനീയമാണ്. അത് പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. ഈ പൈസ, ഈ പണം, ഈ നഷ്ടപരിഹാരമായി കിട്ടിയ പണം അതാത് ഗ്രാമപ്രദേശത്തെ ഭക്തജനങ്ങൾ ഒരു കാലത്ത് സമർപ്പിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് ആ പണം അതാത് ക്ഷേത്രങ്ങൾക്ക് തന്നെ ചെലവഴിക്കണം. ഇത് സർക്കാർ കൈവശം വെക്കാൻ അവർക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇതിന്റെ പിന്നില് ഈ ഹിന്ദുക്കളുടെ എന്തും മോഷ്ടിക്കാം, എന്തും ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ഒരു ധാർഷ്ട്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഈ കേരളത്തിലെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു പഠിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ വളരെ അപകടകരമായ സാഹചര്യമുണ്ടാകും. ഹിന്ദുവിൻ്റെത് എന്തും കൊള്ളയടിക്കാം, എന്തും പിടിച്ചു വാങ്ങാം, ഏത് നഷ്ടപരിഹാരത്തിലും കൈയിട്ട് വാരാം, എന്ത് തോന്നിയവാസവും കാണിക്കാം എന്നുള്ളതിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അത് അനുകൂലമായൊരു വിധിയായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ കണക്ക് മാത്രമേ നമ്മുടെ നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. ബാക്കി ജില്ലകളിലെ കണക്കുകൾ കൂടി ഉടനടി തന്നെ നമ്മളത് കണക്കുകൾ കണ്ടെത്തി അതും ഈ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ആ വിഷയവും കൊണ്ടുവരും. ഇത് തീർത്തും ജനം TV ഒഴികെ ഒരു ചാനലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യവും നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് ഭക്തന്മാർക്കും ക്ഷേത്രങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ അവസരത്തിൽ ജനം TVയോട് പ്രതികരിച്ചതിന്.